ഹായ് എവരിവൺ, ഇന്നത്തെ നമ്മൾ ഒരു പുതിയ ഗെയിമാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഗെയിമിന് വേണ്ട സ്പ്രൈറ്റ്സ്, ഒരു മിനി ഗൺ വേണം, ബുള്ളറ്റ് സ്പ്രൈറ്റ് വേണം, പിന്നെ ഒരു ബാറ്റിൻ്റെ സ്പ്രൈറ്റ് വേണം, ബീറ്റിലിൻ്റെ സ്പ്രൈറ്റ് വേണം. ബാറ്റും ബീറ്റിലും നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്, സ്ക്രാച്ച് ലൈബ്രറിയിൽ നിന്ന്. ബാക്കി 2 ബുള്ളറ്റ് നമ്മൾ പെയിൻറ്റിൽ ഡ്രോ ചെയ്താണ്, മിനി ഗണ്ണും ബുള്ളറ്റും. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ 3 ബാക്ക് ഡ്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 3 ബാക്ക് ഡ്രോപ്സ്, ഒന്നൊരു ബ്ലൂ സ്കൈ, അതിൻ്റെ ലൈബ്രറിയിൽ തന്നെ എടുത്തതാണ്. പിന്നെ 2 ടെക്സ്റ്റും. ഇത്രയും ബാക്ക് ഡ്രോപ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഗണ്ണിന് നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ്സ് ആണ്. നമ്മൾ ആദ്യം ഗണ്ണിൻ്റെ സൈസ് ഒരു 50% ആക്കും. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്താൽ ലെഫ്റ്റിലോട്ട് പോകും, റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ റൈറ്റ് സൈഡിലോട്ട് പോകും. ഇതാണ് നമ്മളാകെ കൊടുത്തിരിക്കുന്ന മൂവ്മെൻറ്റ്സ്. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി ബുള്ളറ്റിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിനി ഗണ്ണാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബുള്ളറ്റ്സ് നമുക്ക് ഫയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ക്ലോണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മെയിൻ ബുള്ളറ്റിനെ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോൺ ഉണ്ടാക്കണം. അപ്പോൾ ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ മതി നമുക്ക് മിനി ഗണ്ണിൻ്റെ സൗണ്ട് കിട്ടാൻ. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റാർട്ട് സൗണ്ട് മിനി ഗൺ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മിനി ഗണ്ണിൻ്റെ സൗണ്ട് നമ്മുടെ സ്ക്രാച്ച് ലൈബ്രറിയിൽ അവൈലബിൾ അല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്തത്, ഞാനൊരു കിക്കോക്കോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അപ്പോൾ ആ പ്ലെയറിനെ ആ പ്ലെയറിൻ്റെ നമ്മളിവിടെ സെർച്ച് ചെയ്താൽ മതി കിക്കോക്കോ എന്ന്. അപ്പോൾ കിക്കോക്കോ എന്ന് സെർച്ച് ചെയ്താൽ അയാളുടെ ഒരു ബാറ്റിൽ അറീന എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ആ ഗെയിമിൻ്റെ സി ഇൻസൈഡ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ കുറേ സ്പ്രൈറ്റ്സ് ഉണ്ട്. ആ സ്പ്രൈറ്റ്സിൽ നമ്മൾ പ്ലെയർ ബുള്ളറ്റ് എന്നുള്ള സ്പ്രൈറ്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് കുറേ സൗണ്ട്സ് അയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ട്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മിനി ഗണ്ണാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ അതെങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാൽ, ഇവിടെ ബാക്ക് പാക്ക് എന്നും പറഞ്ഞ ഇവിടെ സെക്ഷൻ ഉണ്ട്. ഈ ബാക്ക് പാക്കിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക് പാക്കിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പം ഞാനിവിടെ ഓൾറെഡി സൗണ്ട് എടുത്തത് കൊണ്ടാണ് ഇതെല്ലാം വന്നത്. നമുക്ക് വേണ്ട സൗണ്ടിനെ നമ്മൾ ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കിൽ ഇപ്പോൾ അത് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഗെയിമിൽ പോയതിന് ശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ബാക്ക് പാക്കിൽ ഈ സൗണ്ട്സ് എല്ലാം ഉണ്ട്. നമ്മുടെ സൗണ്ട് സെക്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട സൗണ്ട് അതിലോട്ട് ഡ്രാഗ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളുടെ ലൈബ്രറിയിലുള്ള സൗണ്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഇപ്പോൾ ഈ വേറൊരാളുടെ ലൈബ്രറിയിലുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് ക്രെഡിറ്റ്സ് കൊടുക്കണം. ഇതിപ്പം ഞാനതിന് ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കുറച്ചുകൂടി കഴിഞ്ഞാൽ കാണാതെ ഏത് സെക്ഷനിലാണ് ക്രെഡിറ്റ്സ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഓപ്പൺ നമ്മൾ ഈ ഷൂട്ടിംഗ് ഗെയിമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോട്ട്സ് ആൻഡ് ക്രെഡിറ്റ്സ്, അപ്പോൾ നമ്മളിവിടെ കിക്കോക്കോയ്ക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ. ഇപ്പം ഞാൻ എൻ്റെ ഗെയിംസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഇതൊരു നല്ല പ്രാക്ടീസാണ്. നമ്മളെപ്പോഴും വേറൊരാളുടെ ലൈബ്രറി യൂസ് ചെയ്താൽ അതിന് ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ മിനി ഗണ്ണിൻ്റെ സൗണ്ട്. അപ്പോൾ ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ മിനി ഗണ്ണിൻ്റെ സൗണ്ട് കിട്ടി. അതിനുശേഷം നമ്മൾ അതിനൊരു ക്ലോണിനെ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ക്ലോണിനെ ഉണ്ടാക്കി, പിന്നെ വെയിറ്റ് ചെയ്യുന്നു, കുറച്ച് ഒരു 0.04 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുന്നു.
വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്ലോണിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയി ബുള്ളറ്റ്സ് ഫയർ ചെയ്യുകയാണ്. ഇനി ക്ലോൺ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ബുള്ളറ്റിൻ്റെ ക്ലോണിന് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, ഇത് ഗണ്ണിൻ്റെ അടുത്തോട്ട് എത്തണം. ഇത് വേറെ സ്പ്രൈറ്റാണ്. ഗണ്ണും മിനി ഗണ്ണ് വേറെ സ്പ്രൈറ്റാണ്, ബുള്ളറ്റും വേറെ സ്പ്രൈറ്റാണ്. അപ്പം ബുള്ളറ്റ് ക്ലോൺ ഉണ്ടായതിന് ശേഷം അത് ഗണ്ണിൻ്റെ അടുത്തെത്തണം. അതിനുശേഷം ആ ബുള്ളറ്റിനെ കാണണം എല്ലാവരും. പിന്നെ 4 അവർ നമ്മുടെ ആ ബുള്ളറ്റിന് ആകെ സ്ട്രെയിറ്റ് മൂവ്മെൻറ്റ്സേ ഉള്ളൂ. നമ്മളത് മിനി ഗണ്ണ് തിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് Y20 വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടി വന്നാൽ ഈ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മളിപ്പോൾ അതിനിടെ വെച്ച് നമ്മൾ ബുള്ളറ്റിനെ ഇത് ചെയ്യുന്നില്ല. നമ്മുടെ ബുള്ളറ്റ് നേരെ പോവുകയാണ്. ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ബുള്ളറ്റിന് ഇനി ആവശ്യമില്ല, ഡിലീറ്റ് ദ ക്ലോൺ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ക്ലോണിനെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ സിസ്റ്റം ഹാങ് ആയി പോകും. കുറേ ക്ലോണുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോണിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബുള്ളറ്റ് കോഡ്. നമുക്ക് ബീറ്റിൽ കോഡ് നോക്കാം. ബീറ്റിൽ കോഡ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മിനി ഗണ്ണിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ബീറ്റിലിൻ്റെ ലക്ഷ്യം. വെൻ ക്ലിക്ഡ് നമ്മുടെ കുറേ ബീറ്റിൽസ് വരണം. അപ്പോൾ ബീറ്റിൽസ് വരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കുറേ വേണമെന്ന് പറയുമ്പോൾ ഇവിടെയും ക്ലോൺ യൂസ് ചെയ്യണം. ബീറ്റിൽ റാൻഡം പൊസിഷനിൽ നിന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഗെയിം ഒരു രസമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബീറ്റിൻ്റെ സൈസ് നമ്മൾ 20% ആക്കി. റാൻഡം പൊസിഷനിൽ അത് വരണം ഓരോ തവണയും. അപ്പോൾ നമ്മൾ ഈ ടോപ്പിൽ എവിടെയെങ്കിലും റാൻഡം പൊസിഷനിൽ നിന്ന് നമ്മുടെ ബീറ്റിൽ വരികയാണ്. ഓരോ തവണയും ഓരോ റാൻഡം പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു ക്ലോൺ ഉണ്ടാക്കും. ഒരു 0.7 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യും. ഇനി ക്ലോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ബീറ്റിൽ എന്തൊക്കെ ചെയ്യും നോക്കാം. ക്ലോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ബീറ്റിൽ അതിനെ ഷോ ചെയ്യും. ഒരു 15 ഡിഗ്രി ഒന്ന് ടേൺ ചെയ്യും. ഒരു ചെറിയൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഫോർ എവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഗണ്ണിനെ നേരെ മിനി ഗണ്ണിന് നേരെ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. എങ്ങോട്ട് പോയാലും മിനി ഗണ്ണിനെ ക്ലോൺ ഹിറ്റ് ചെയ്താൽ നമ്മുടെ ഹെൽത്ത് ഒരു 20 വെച്ച് കുറയും. ഹെൽത്ത് കുറയുന്നതിൻ്റെ ഒപ്പം തന്നെ മിനി ഗണ്ണിനെ ഹിറ്റ് ചെയ്തു. അതോടുകൂടെ നമ്മുടെ ബീറ്റിലിൻ്റെ ലക്ഷ്യം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബീറ്റിലിനെ നമുക്ക് ആ ക്ലോൺ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ബീറ്റിൽ നമ്മളെ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബീറ്റിലിനെ ബുള്ളറ്റ് വെച്ച് ഹിറ്റ് ചെയ്താൽ നമുക്ക് ബീറ്റിലിനെ ഡിസ്ട്രോയ് ചെയ്യാം. നമുക്കൊരു സ്കോർ 10 കിട്ടി. അതുപോലെ ബീറ്റിലിൻ്റെ ക്ലോണിനെ അപ്പോഴും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി ബീറ്റിൽ ഗണ്ണിനെ ഹിറ്റും ചെയ്തില്ല, നമ്മുടെ ബുള്ളറ്റ് ബീറ്റിലിനെ ഹിറ്റ് ചെയ്തില്ല, ബീറ്റിൽ ഏറ്റവും താഴെ എത്തി, അപ്പോഴും നമുക്ക് ബീറ്റിലിൻ്റെ ക്ലോണിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് ബീറ്റിലിൻ്റെ കോഡ്. ഇനി നമുക്ക് ബാറ്റിൻ്റെ കോഡ് എത്താം. ബാറ്റിൻ്റെ കോഡ് ഒരു ഇത്തിരി കൂടി കാര്യങ്ങൾ ബാറ്റിലുണ്ട്, അതുകൊണ്ടാണ് അതിലോട്ട് പോണത്, ലാസ്റ്റ് പോണത്. ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ 3 വേരിയബിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നൊരു സ്കോറുണ്ട്. ഓരോ ബാറ്റിനെ കൊന്നാൽ നമുക്ക് 1 പോയിന്റ് കിട്ടും. ഒരു ബീറ്റിലിനെ കൊന്നാൽ 10 പോയിന്റ്സ് കിട്ടും. ഹെൽത്ത് ഉണ്ട്, അത് തുടക്കത്തിൽ 90 ആണ്. ഓരോ ബീറ്റിൽ നമ്മളെ ഹിറ്റ് ചെയ്ത 20 വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരു ബാറ്റ് ക്ലോൺ, എത്ര ബാറ്റ് ക്ലോൺസ് ഉണ്ടായി അതിൻ്റെ കൗണ്ടാണ് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബാറ്റ് ക്ലോൺ പുതുതായി ഉണ്ടാകുമ്പോൾ നമ്മൾ ബാറ്റ് ക്ലോണിനെ 1 വെച്ച് കൂട്ടും. ഓരോ ബാറ്റിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഈ കൗണ്ട് നമ്മൾ 1 വെച്ച് കുറയ്ക്കും. നമ്മൾ ബാക്ക് ഡ്രോപ്പ് ആദ്യം ബ്ലൂ സ്കൈ വെക്കുന്നു. ബാറ്റിൻ്റെ മെയിൻ സ്പ്രൈറ്റിനെ നമ്മൾ ഹൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 30% ആക്കി സൈസ് കുറയ്ക്കുന്നു. എന്നിട്ട് നമ്മളൊരു ലൊക്കേഷനിലോട്ട് ലെഫ്റ്റ് സൈഡ് ലൊക്കേഷനിലോട്ട് പോകുന്നു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സെറ്റ് ഓഫ് ബാറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് 4 റോസ് ഓഫ് ബാറ്റ്സ്, ഓരോ റോയിലും 9 ബാറ്റ്സ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കോൺഫിഗർ ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്നത് 4 റോ, 4 ലൈൻ ഓഫ് ബാറ്റ്സ്, ഓരോ ലൈനിലും 9 ബാറ്റ് വെച്ച്. അതിനാണ് ഈ കോഡ്. ആദ്യം നമ്മൾ ഒരു 2 റിപ്പീറ്റ് ബ്ലോക്ക് ഉണ്ട്. ഉള്ള റിപ്പീറ്റ് ബ്ലോക്കിൽ നമ്മൾ പറയുന്നു ബാറ്റ് ക്ലോൺ
നമ്പർ, അതായത് ഒന്നാമത്തെ ക്ലോൺ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റിൻ്റെ നമ്പർ 1 വെച്ച് കൂട്ട്, ഒരു ക്ലോണിനെ ഉണ്ടാക്കുക. ഇവിടെ വെയിറ്റ് ടൈം ഒന്നും കൊടുക്കുന്നില്ല. ഗെയിം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ബാറ്റ്സിനും അവൈലബിൾ ആണ്. ഒരു ബാറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബാറ്റ് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാകരുത്, കുറച്ച് മാറി ഉണ്ടാകണം. അതുകൊണ്ടാണ് X30 വെച്ച് മാറ്റുന്നത്. അതാണ് ഫസ്റ്റ് ഏറ്റവും ഇന്നർമോസ്റ്റ് റിപ്പീറ്റ് ബ്ലോക്കിലുള്ളത്. ഒരു ലൈൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലൈൻ ഓഫ് ബാറ്റ്സ് ഉണ്ടാവണം. അതിനാണ് നെക്സ്റ്റ് ലൈനിലോട്ട് വരണം. നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ലെഫ്റ്റ് മോസ്റ്റിലോട്ട് വന്നു, തൊട്ട് താഴെ വരണം. അതിനാണ് Y ഒന്ന് ചെറുതാക്കിയത്. Y ചെറുതാക്കി പിന്നെ വീണ്ടും ഈ 9 ബാറ്റ്സിനെ പിന്നെ ഉണ്ടാക്കണം. അപ്പോൾ ടോട്ടലി ഞാൻ 36 ബാറ്റ്സിനെ ഉണ്ടാക്കുന്നു. ഈ 36 ബാറ്റ്സിനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ക്ലോണുകൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് നോക്കണം. ഈ ക്ലോണുകൾ ബാറ്റ്സ് ഉണ്ടായി നമ്മളപ്പം മിനി ഗൺ ഉപയോഗിച്ച് ബാറ്റിനെ ഫയർ ചെയ്യുകയാണ്. അപ്പം മിനി ഗണ്ണിൻ്റെ ബുള്ളറ്റ്സ് ബാറ്റിനെ ഹിറ്റ് ചെയ്താൽ ബാറ്റിൻ്റെ കൗണ്ട് 1 വെച്ച് കുറഞ്ഞു. അതായത് ബാറ്റ് ഡിസ്ട്രോയിഡായി. ആ ക്ലോണിനെ ബാറ്റിൻ്റെ ആ ക്ലോണിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. നമ്മുടെ സ്കോർ 1 വെച്ച് കൂടി, ബാറ്റ് ക്ലോണിൻ്റെ കൗണ്ട് 1 കുറഞ്ഞു. ഇനി ബാറ്റുകൾ ഒറ്റ സ്ഥലത്ത് തന്നെ നിന്നാൽ നമുക്ക് എല്ലാത്തിനും ബാറ്റിനെയും കില്ല് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നമ്മൾ ബാറ്റിനെ റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ 6 ടൈംസ് നമ്മൾ പറയുന്നു ബാറ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് 6 ടൈംസ് ബാറ്റ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യട്ടെ. അപ്പോൾ ഇത് ഇത്തിരി ചലഞ്ചിങ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബാറ്റിൻ്റെ എക്സ്പോസിഷൻ മാത്രം നമ്മൾ 6 ടൈംസ് 25 വെച്ചിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് റൈറ്റിലോട്ട് 25 വെച്ച് ഇങ്ങനെ കൂടി അങ്ങോട്ട് റൈറ്റിലോട്ട് പോകും ഓരോ ക്ലോണും. പിന്നെ 6 ടൈംസ് ഓരോ ക്ലോണും ലെഫ്റ്റിലോട്ട് 25 വെച്ച് -25 വെച്ച് പോകും. ഇനിയും പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് 0 ആയ നമ്മൾ തോറ്റു. നമ്മൾ ബാറ്റിനെ എല്ലാം കൊല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹെൽത്ത് 0 ആയാൽ നമ്മൾ തോറ്റു. അതിനു മുമ്പ് നമ്മൾ ബാറ്റിനെ എല്ലാ ക്ലോണിനെയും കൊന്നാൽ നമ്മൾ ജയിച്ചു. ബാറ്റ് ക്ലോൺ <1 ആണെങ്കിൽ നമ്മൾ ജയിച്ചു. അപ്പോഴും ഗെയിം സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗെയിം. നമുക്കൊന്ന് കണ്ടു നോക്കാം. മെഷീൻ ഗണ്ണിൻ്റെ സൗണ്ട് ഉണ്ട്, മെഷീൻ ഗണ്ണിൻ്റെ സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീറ്റിൽ വന്ന് നമ്മളെ ഹിറ്റ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് 0യ്ക്ക് താഴെ പോയി. അതുകൊണ്ടാണ് നമ്മൾ ഗെയിം ലോസ്റ്റ് ആയത്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ഹെൽത്ത് കുറയുന്നതിന് മുമ്പ് എല്ലാ ബാറ്റിനെയും കൊന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഇതാണ് ഗെയിം. ഇത് നിങ്ങൾ ഇത്തിരി മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തുന്നുള്ളവർ ഇതൊക്കെ ചെയ്യുക. നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും അറിയിക്കുക. പുതിയൊരു ഗെയിമുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അപ്പം ബൈ ബൈ.